ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുവണ്ണൂർ മധുര ബസാറിൽ വൻ ലഹരി വേട്ട, 5 യുവാക്കൾ പിടിയിൽ. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി മിഷന്റെ നേതൃത്വത്തിൽ മിഠായി തെരുവിലെ പാഴ്സി ക്ഷേത്രം സന്ദർശിച്ചു. കടലിനടിയിലെ കാഴ്ചകൾ സമ്മാനിക്കുന്ന നൂറിന്റെയും ജസീറയുടെയും ചിത്ര പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഒരുങ്ങുന്നു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ചെറുവണ്ണൂർ മധുര ബസാറിൽ വൻ ലഹരി വേട്ട, 5 യുവാക്കൾ പിടിയിൽ. 122.72 ഗ്രാം MDMA-യും വിൽപ്പനയ്ക്കുള്ള സാമഗ്രികളുമായാണ് പിടിച്ചെടുത്തത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 122.72 ഗ്രാം MDMA-യും മയക്കുമരുന്ന് ഉപയോഗത്തിനായുള്ള 3 ഗ്ലാസ് ടംബറുകളും മയക്കുമരുന്ന് തൂക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും മയക്കുമരുന്ന് വിറ്റ് കിട്ടിയ 10,300 രൂപയുമായി ഫറോക്ക് ചന്ത സ്വദേശി വണ്ടിത്തടി വീട്ടിൽ ആഷിഖ്, കോഴിക്കോട് മുഗദാർ സ്വദേശി ആമിനാസ് വീട്ടിൽ മുഹമ്മദ് ആദിൽ, ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശി അരീക്കാടൻ വീട്ടിൽ ജാസിർ എ, ചെറുവണ്ണൂർ കുമ്മനപ്പാടം സ്വദേശി കൗങ്ങിൻതോടൻ വീട്ടിൽ മുഹമ്മദ് ജാസിർ KT, ഒളവണ്ണ സ്വദേശി പയ്യടിത്താഴം വീട്ടിൽ മൻസൂർ PT എന്നിവരെ കോഴിക്കോട് സിറ്റി നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിലുള്ള സിറ്റി ഡാൻസഫും നല്ലളം ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള നല്ലളം പോലീസും ചേർന്ന് ചെറുവണ്ണൂർ മധുര ബസാറിൽ വെച്ച് പിടികൂടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. മെയ് 4 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായി ജില്ലയിൽ ഒരുക്കുന്നത് വിപുലമായ സംവിധാനങ്ങൾ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായാണ് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വടകര, കുറ്റ്യാടി, നാദാപുരം നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലും കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിലേത് കൂടത്തായ് സെന്റ് മേരീസ് HSS-ലും, പേരാമ്പ്ര, കൊയിലാണ്ടി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, ബാലുശ്ശേരി, ബേപ്പൂർ മണ്ഡലങ്ങളിലേത് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം എന്നിവിടങ്ങളിലുമായി നടക്കും. രാവിലെ 6 മണിയോടെ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കും. തപാൽ വോട്ടുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമാണ് ആദ്യം തുറക്കുക. 8 മണിയോടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണൽ 8:30 ആരംഭിക്കുക. വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കുക. ഏജന്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രവേശിക്കാനായി പ്രത്യേക കവാടങ്ങൾ സജ്ജീകരിക്കും. മൊബൈൽ ഫോണുകൾ കൗണ്ടിംഗ് ഹാളിൽ അനുവദിക്കില്ല. ഫോണുകൾ സൂക്ഷിക്കാൻ പ്രവേശന കവാടത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും. എല്ലാ ടേബിളുകളും കാണുന്ന തരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. വോട്ടെണ്ണൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കും. ഏജന്റുമാർക്കുള്ള പാസ് റിട്ടേണിംഗ് ഓഫീസർമാർ മുഖേന കൈമാറും. വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആദ്യഘട്ട റാൻഡമൈസേഷൻ 27 നടക്കും. 2ാം ഘട്ട റാൻഡമൈസേഷൻ മെയ് 2-നും 3ാം ഘട്ടം മെയ് 4 പുലർച്ചെ 5-നും നടക്കും. ഇവർക്കുള്ള പരിശീലനം ഏപ്രിൽ 29, 30, മെയ് 3 തീയതികളിലായി നടക്കും. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ S. ഗൗതം രാജ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ V. സുബിൻ, നോഡൽ ഓഫീസർമാർ, റിട്ടേണിംഗ് ഓഫീസർമാർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി മിഷന്റെ നേതൃത്വത്തിൽ മിഠായി തെരുവിലെ പാഴ്സി ക്ഷേത്രം സന്ദർശിച്ചു. സൗഹാർദ്ദ ഹെറിറ്റേജ് യാത്രയുടെ ഭാഗമായാണ് മിഷ് പ്രതിനിധികൾ പാഴ്സി ക്ഷേത്രത്തിലെത്തിയത്.
കോഴിക്കോട് നഗരത്തിലെ വിവിധ മതസാമുദായിക നേതാക്കളുടെ കൂട്ടായ്മയായ മിഷിന്റെ നേതൃത്വത്തിൽ മിഠായി തെരുവിലെ പാർസി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും സംവദിക്കുകയും ചെയ്തു. CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ, ശിവഗിരി മഠത്തിലെ സ്വാമി പ്രേമാനന്ദ, കോഴിക്കോട് മൊയ്തീൻ പള്ളി ഇമാം ഹുസൈൻ മടവൂർ, രാമകൃഷ്ണ മിഷനിലെ സ്വാമി നരസിംഹാനന്ദ, ഇംഗ്ലീഷ് പള്ളി വികാരി റവറൻ ഡോക്ടർ TI ജെയിംസ്, R ജയന്തകുമാർ, SNDP യോഗം കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി സുധീഷ് കേശവപുരി, മിഷ് കോർഡിനേറ്റർ മുസ്തഫ മുഹമ്മദ്, PK കൃഷ്ണനുണ്ണി രാജ, സനാഫ് പാലക്കണ്ടി, നസീർ ഹുസൈൻ, AV ഫർദീസ്, സുബൈർ കൊളക്കാടൻ എന്നിവർ സംബന്ധിച്ചു. പാർസി ടെമ്പിൾ ട്രസ്റ്റിമാരായ സുബൈർ മാർഷൽ, ജാസ്മിൻ സുബിൽ എന്നിവർ കോഴിക്കോട്ടെ പാർസി ചരിത്രം ഹ്രസ്വമായി വിശദീകരിച്ചു. R ജയന്തകുമാർ സ്വാഗതം പറഞ്ഞു. സുധീഷ് കേശവപുരി സുബിർ മാർഷലിനെ കോഴിക്കോട് മതസാമുദായിക നേതൃത്വങ്ങൾക്ക് വേണ്ടി പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുസ്തഫ മുഹമ്മദ് കൃതജ്ഞത പറഞ്ഞു. ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ, ഹുസൈൻ മടവൂർ, സ്വാമി നരസിംഹാനന്ദ, സ്വാമി പ്രേമാനന്ദ എന്നിവർ പ്രസംഗിച്ചു. തുറമുഖ നഗരമായ കോഴിക്കോട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എത്തിച്ചേരുകയും നമ്മുടെ നാടിന്റെ സാംസ്കാരിക തുടിപ്പുകൾ ഏറ്റുവാങ്ങുകയും എണ്ണത്തിൽ കുറവാണെങ്കിലും സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സർവതോമുഖയായ പുരോഗതിയിൽ അതിവിശിഷ്ടമായ പങ്കാളിത്തം വഹിക്കുകയും ചെയ്ത ജനസമൂഹമാണ് പാഴ്സികളെന്ന് യോഗം അനുസ്മരിച്ചു. നമ്മുടെ നാടിന്റെ നന്മയുടെ പ്രതീകമായി സംരക്ഷിത സ്മാരകമായി കോഴിക്കോടിന്റെ ചരിത്രത്തിൽ എന്നും നിലനിൽക്കേണ്ടതാണ് ഈ പൈതൃക സ്മാരകമെന്നും യോഗം വിലയിരുത്തി. അടുത്ത ഘട്ടത്തിൽ ബുദ്ധവിഹാരത്തിലും ഹിന്ദു ക്ഷേത്രത്തിലും മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിലും ഇത്തരം സന്ദർശനങ്ങൾ നടത്തുമെന്നും മിഷ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കടലിനടിയിലെ കാഴ്ചകൾ സമ്മാനിക്കുന്ന നൂറിന്റെയും ജസീറയുടെയും ചിത്ര പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഒരുങ്ങുന്നു. ഏപ്രിൽ 27 മുതൽ 30 വരെയാണ് പ്രദർശനം. അപ്പോൾ ലക്ഷദ്വീപിനെ അധികം ആൾക്കാർ നമ്മുടെ കുന്നുകളും മലകളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ കടലിന്റെ അടിത്തട്ട് കാണുന്നത് വളരെ ചുരുക്കമാണ്. ദ്വീപിൽ വന്നവർക്ക് മാത്രമേ അവിടെ കാണാൻ പറ്റൂ, സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ. അപ്പോൾ ഞങ്ങൾ പകർത്തിയ പല ചിത്രങ്ങളും ഞങ്ങൾ ക്യാൻവാസിലൂടെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഒരു 50. ലക്ഷദ്വീപിൽ നിന്നുള്ള ദമ്പതികളായ നസീറയുടെയും മുഹമ്മദ് നൂറിന്റെയും ചിത്ര പ്രദർശനം ഏപ്രിൽ 27 മുതൽ 30 വരെ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം NKP മുത്തുക്കോയ 27 വൈകിട്ട് 4:30 നിർവഹിക്കും. ഏക് ദുനിയ ലഹറോം കെ നീച്ചെ എന്നാണ് പ്രദർശനത്തിന്റെ പേര്. ഞങ്ങൾ കടലിനടിയിൽ കണ്ട കുറെ കാഴ്ചകളാണ് ക്യാൻവാസിൽ പകർത്തിയിരിക്കുന്നത്, നസീറയും നൂറും പറയുന്നു. പല വർണ്ണത്തിലുള്ള മീനുകളും കോറൽസും അങ്ങനെ നിരവധി കാര്യങ്ങൾ ചിത്രങ്ങളിലുണ്ട്. 50 പെയിന്റിങ്ങുകളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആവശ്യക്കാർക്ക് വാങ്ങാനും കഴിയും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചിത്രകലയെ സ്നേഹിക്കുന്ന സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയായ വരമുഖിയുടെ നേതൃത്വത്തിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്ര പ്രദർശനം ആരംഭിച്ചു. 18 സ്ത്രീകൾ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചിത്രകല അക്കാദമിക്കായി പഠിച്ചവരും അല്ലാത്തവരും വരമുഖി എന്ന കൂട്ടായ്മയിലുണ്ട്. ചിത്രകലാ വിദ്യാർത്ഥികളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായ
അംഗങ്ങളെ ഒരുമിപ്പിക്കുന്നത് ചിത്രങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. വിവിധ മീഡിയകളിലായി വ്യത്യസ്ത ശൈലിയിലുള്ള 100ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. അധ്യാപികയായ മജ്നി തിരുവങ്ങൂരിന്റെ നേതൃത്വത്തിൽ മേരി എർമിന റോഡ്രിഗസ്, KT ഷരീഫ, രാധിക രഞ്ജിത്ത്, താര രാജഗോപാൽ, ഇന്ദു, അമ്പിളി മൈഥിലി, നീമ ഷോനിത് ലാൽ, ജിഷ, സുചിത്ര ലിനീഷ്, നിഷ രവീന്ദ്രൻ, ഷാസിയ, സി ആസിയ, അഞ്ജു പുന്നത്ത്, സ്വാലിഹ നാസർ, അഞ്ജന വി രമേശ്, അഭിന ശേഖർ, സുജാത എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരമുഖി ആർട്ട് കമ്മ്യൂൺ എന്ന ഒരു സ്ത്രീ സംഘടനയുടെ ചിത്രകാരികളുടെ ചിത്രങ്ങളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ, ഈ എക്സിബിഷൻ്റെ പേര് ദി എൻ അവേക്കനിങ് എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 18 ചിത്രകാരികളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ വർക്ക് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. വരമുഖി 2019 ആരംഭിച്ച ഒരു ക്ലോസ്ഡ് കമ്മ്യൂണാണ്. 18 മെമ്പർമാരാണ് അതിലുള്ളത്. ആ 18 പേരുടെയും വർക്ക് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും അക്രിലിക്കാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന മീഡിയം. വാട്ടർ കളറും അതേപോലെ തന്നെ ഓയിൽ പെസ്റ്റൽസും എല്ലാം തന്നെ ഇതിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രദർശനം ചിത്രകാരനും ശില്പിയുമായ ജോൺസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സുനിൽ അശോകപുരം, ജോളി എം സുധൻ, സുധീഷ് കുമാർ, സൂര്യ തെക്കയിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മേലേപ്പാളയം എകർന്നപ്പറമ്പ് ശ്രീ പച്ചനായികി മാരിയമ്മൻ ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേക ചടങ്ങുകൾക്ക് സമാപനമായി. 12 വർഷത്തിനു ശേഷം നടന്ന ഭക്തി നിർഭരമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. യാഗശാല മുഹൂർത്തകാൽ പൂജയോടെ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ ദിനം പ്രാരംഭ പൂജകളായ അനുജ്ഞ, വിഘ്നേശ്വര പൂജ, പുണ്യാഹവാചനം, പഞ്ചഗവ്യം, വേദീകാർച്ചന, അഗ്നികാര്യം, ഗണപതി ഹോമം, ലക്ഷ്മി ഹോമം എന്നിവയും തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. 2ാം ദിവസം മഹാകുംഭാഭിഷേക പൂജകൾ മംഗളവാദ്യത്തോടെ ആരംഭിച്ചു. ബിംബശുദ്ധി, രക്ഷാബന്ധനം, നാഡീസന്താനം, സ്പർശാഹുതി, മൂലമന്ത്രം, മാലാമന്ത്രം, ഗായത്രി മന്ത്ര ജപഹോമങ്ങൾ, 96 തരം ഹോമദ്രവ്യങ്ങൾ കൊണ്ടുള്ള പ്രത്യേക ഹോമങ്ങൾ എന്നിവയ്ക്ക് ശേഷം മഹാകുംഭാഭിഷേക ചടങ്ങുകളും മഹാപൂർണാഹുതിയും നടത്തി. പുണ്യകലശങ്ങളുടെ എഴുന്നള്ളത്തായ തിരുക്കുടങ്ങൾ പുറപ്പാടിനു ശേഷമാണ് ക്ഷേത്ര ഗോപുര കലശങ്ങളിൽ അഭിഷേകം നടത്തുന്ന പ്രത്യേക ചടങ്ങായ വിമാന കുംഭാഭിഷേകം നടന്നത്. തുടർന്ന് പ്രസാദ വിതരണവും ഉച്ചയ്ക്ക് ഭക്തർക്കായി പ്രസാദ ഊട്ടും ഒരുക്കി. കലശങ്ങളിലുള്ള ദേവി ഉപദേവ ചൈതന്യങ്ങളെ ദർഭനൂലുകൾ വഴി ക്ഷേത്ര കുംഭങ്ങളിലേക്ക് ആവാഹിച്ച് മന്ത്രോച്ചാരണ പൂജാതി കർമ്മങ്ങളോടെയും പുണ്യകലശങ്ങളിലുള്ള പുണ്യ ജലാഭിഷേകത്തോടെയും ദേവി ഉപദേവ പ്രതിഷ്ഠകളിലേക്ക് ആവാഹിച്ച് അഷ്ടബന്ധനത്തോടെ പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്ന പ്രക്രിയയാണ് മഹാകുംഭാഭിഷേകം എന്നറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക ദീപാരാധനയ്ക്ക് ശേഷം കുംഭാഭിഷേക തീർത്ഥം കലശത്തോടെ ഭക്തർക്ക് പ്രസാദമായി നൽകി. 12 വർഷത്തിൽ കൂടുമ്പോൾ ചെയ്യുന്ന ഈ പുണ്യകർമ്മത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അഷ്ടബന്ധന ജീർണോദ്ധാരണ മഹാകുംഭാഭിഷേകം മേലേപ്പാളയം എറണാകുളത്തിലുള്ള പച്ചനായികി മാരിയമ്മൻ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഈ പുണ്യദർശനം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അതായത് ഗോപുര ദർശനം കോടി പുണ്യം നമ്മൾ എല്ലാവരും പറയപ്പെടുന്നത്. തമിഴ് സംസ്കാരത്തിലുള്ള മരുത്തർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ക്ഷേത്രത്തിൽ പരിപാലന കമ്മിറ്റി ആയിട്ടുള്ളത്. ചടങ്ങുകൾക്ക് കുംഭാഭിഷേക രക്ഷാധികാരി ഡോക്ടർ S മോഹനസുന്ദരം, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് VK രവിചന്ദ്രൻ, സെക്രട്ടറി V ശ്രീജിത്ത്, ട്രഷറർ VV രാജേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി സെൽവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free.
Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അക്ഷരമുത്തുകൾ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ ഡോക്ടർ MP പത്മനാഭൻ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ KT അരവിന്ദാക്ഷന് പുസ്തകം കൈമാറി. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് K നമ്പ്യാരുടേതാണ് സമാഹാരം. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് K നമ്പ്യാർ എഴുതിയ കവിതാ സമാഹാരം അക്ഷരമുത്തുകൾ കോഴിക്കോട് കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഗീത കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഡോക്ടർ MP പത്മനാഭൻ ആദ്യ പതിപ്പ് മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന ചെയർമാൻ KT അരവിന്ദാക്ഷന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഈ കവിതാ സമാഹാരം വിദ്യാർത്ഥികൾക്കേറെ പ്രയോജനപ്പെടുവാനും മലയാള ഭാഷയ്ക്ക് പുത്തൻ ഉണർവേകുവാനും കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചിട്ട് മയ്യത്ത് എൻ്റെ അടുത്ത് ആളുകളൊക്കെ വന്ന് നിൽക്കുകയാണ്. അവസാനം ആ മൃതശരീരം ആണ് എന്ന് കരുതി അദ്ദേഹം മയ്യത്ത് എഴുന്നേറ്റ് ചോദിക്കാണ്, എന്റെ വിസ വന്നോ? ഇതാണ് കഥ. ആ കഥ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കഥയായി മാറി. ഇത് മരിച്ചിരിക്കുന്ന ആൾ എഴുന്നേറ്റ് എന്റെ വിസ വന്നോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം, അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ കഥയെ കുറിച്ച് അന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് പോസ്റ്റ് കാർഡുകൾ അതിന്റെ പ്രതികരണം എഴുതി. പ്രശസ്ത ഗസൽ ഗായകൻ KT ബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ കൗൺസിലർ CS സത്യഭാമ, ഭാഷാശ്രീ മാസിക ചീഫ് എഡിറ്റർ പ്രകാശൻ വെള്ളിയൂർ, ഡോക്ടർ SK രാജേഷ് ഗുരുക്കൾ, AK സുഗുണൻ, K അജിത് കുമാർ, ലളിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. SKSV പ്രസിഡന്റ് മിനിജ ജ്യോതിഷ് അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് CK രാജൻ, ട്രഷറർ സഞ്ജീവ് കുമാർ പാറക്കണ്ടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുസ്തക രചയിതാവ് രാജേഷ് K നമ്പ്യാർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1000 ഫ്ളാറ്റുകൾ കൈമാറാൻ ഒരുങ്ങി ക്യാപ്കോൺ ഗ്രൂപ്പ്. IT ഹബ്ബായ ക്യാപ്കോൺ ബിസിനസ് സെന്റർ 5000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായും ചെയർമാൻ C അൻവർ സാദത്ത് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പുതുചരിത്രം സൃഷ്ടിച്ച് ഒരു വർഷത്തിനുള്ളിൽ 1000 ഫ്ളാറ്റുകൾ കൈമാറാനൊരുങ്ങി ക്യാപ്കോൺ ഗ്രൂപ്പ്. സംസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആദ്യമായാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ 1000 ഫ്ളാറ്റുകൾ നിർമ്മാതാവ് കൈമാറുന്നത്. IT മേഖലയിൽ 5000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും നൂതന പദ്ധതികൾ വിഭാവനം ചെയ്തും കോഴിക്കോടിന്റെ വികസന മുഖമായി മാറുകയാണ് ക്യാപ്കോൺ. രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ലാൻഡ്മാർക്ക് ഡെവലപ്പേഴ്സും ബേസ് ലൈൻ പ്രൊജക്ടും ചേർന്ന് ക്യാപ്കോൺ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നത്. ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിൽ 25 വ്യത്യസ്തമായ പദ്ധതികൾ 2 വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് അൻവർ സാദത്ത് പറഞ്ഞു. അതാണ് ഇതൊരു ക്യാപ്കോൺ സിറ്റി ഒരു ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ കോഴിക്കോട് നഗരത്തിൽ 40 കിലോമീറ്റർ മാറിയിട്ട് നോളജ് സിറ്റി എന്ന പ്രോജക്റ്റിൽ നമ്മളവിടെ ക്യാപ്കോൺ സെൻറ്റർ, ക്യാപ്കോൺ ലാൻഡ്മാർക്ക് വില്ലേജ് എന്ന പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് 1400 അപ്പാർട്ട്മെൻറ്റുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് കോഴിക്കോടിൻ്റെ ഒരു എൻഡാണ്. കോഴിക്കോടിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കോഴിക്കോടിൻ്റെ ഒരു എൻഡിലും നമുക്ക് വളരെ വലിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിച്ചുള്ള സന്തോഷമാണ് അറിയിക്കാനുള്ളത്. പന്തീരങ്കാവിലെ ക്യാപ്കോൺ സിറ്റിയിൽ ആരംഭിച്ച താക്കോൽ കൈമാറ്റം നാളെ സമാപിക്കും. ചെയർമാൻ C അൻവർ സാദത്ത് കൈമാറ്റം നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ അക്ബർ സാദിഖ്, ഡയറക്ടർമാരായ അരുൺ S ബാബു, ജിജോയ് GS, ക്യാപ്കോൺ സിറ്റിയുടെ ജനറൽ മാനേജർ ഓപ്പറേഷൻസ് സാജിർ നടുവത്തിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ടൈഗർസ് വാലിയിൽ കോളൻ ഹൈഡ്രോതെറാപ്പി സെന്റർ ഒരുങ്ങുന്നു. ഏപ്രിൽ 27 രാവിലെ 10 മണിക്ക് ടൈഗർസ് വാലി സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആയുഷിന്റെ എല്ലാ സിസ്റ്റവും ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ആയുഷിന്റെ എല്ലാ ട്രീറ്റ്മെന്റുകളും, അതോടൊപ്പം തന്നെ മോഡേൺ മെഡിസിൻ്റെ വെൽനസ് പാർട്ടായ ഫങ്ഷണൽ മെഡിസിൻ ട്രീറ്റ്മെന്റ്, അതോടൊപ്പം ഫിസിയോതെറാപ്പി, ചൈനീസ് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ്, ഇത്രയും ട്രീറ്റ്മെന്റുകളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആയുഷിൻ്റെ എല്ലാ സിസ്റ്റത്തിനും NABH അക്രഡിറ്റേഷനുള്ള ഇന്ത്യയിലെ ഫസ്റ്റ് സെൻ്ററാണ് ടൈഗറീസ് വാലി. മർക്കസ് നോളജ് സിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്.
ടൈഗ്രസ് വാലിയിൽ അത്യാധുനിക കോളൻ ഹൈഡ്രോതെറാപ്പി സംവിധാനം ഒരുങ്ങുന്നു. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി ദഹന പ്രക്രിയയും ഊർജ്ജസ്വലതയും വർദ്ധിപ്പിക്കുന്ന പുതിയ ചികിത്സാ വിഭാഗത്തിന്റെ ഉദ്ഘാടനം 2026 ഏപ്രിൽ 27 രാവിലെ 10-ന് ടൈഗ്രസ് വാലിയിൽ നടക്കും. ടൈഗ്രസ് വാലി സ്ഥാപകനും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിക്കും. ശരീരത്തിലെ വൻകുടലിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളും വിഷാംശങ്ങളും ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന രീതിയാണിത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഈ ജലചികിത്സ സഹായിക്കുന്നു. യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാതെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ കഴിയുന്ന രീതിയാണിത്. അപ്പോൾ നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനും സ്റ്റൊമക്കും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു 50 ലിറ്റേഴ്സോളം വരുന്ന വെള്ളത്തെ, അതും ഫിൽറ്റേർഡും വാമുമായിട്ടുള്ള വെള്ളത്തെ നമ്മൾ മൊത്തം ഈ ഒരു ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഫ്ലഷ് ചെയ്ത് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് കോളൻ ഹൈഡ്രോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ AP ഷാഹുൽ ഹമീദ്, ഡോക്ടർ ജിബിൻ ആൻഡ് ചാക്കോ, മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് T ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സിദ്ദിഖ് കാഞ്ഞിരത്തിങ്ങൽ ഉപകരണങ്ങൾ സമർപ്പിച്ചു. SI-മാരായ ഏലിയാസ് വാച്ചേരി, രാംകുമാർ, സന്തോഷ് കുമാർ, ASI ജമീല, സ്റ്റേഷൻ സ്റ്റാഫ് സെക്രട്ടറി വിജിനേഷ് എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി O വിജയൻ, സെക്രട്ടറി ഫൈസൽ KP, വൈസ് പ്രസിഡന്റ് RP ഹജുട്ടി, VK ഷൗക്കത്ത്, സുബീഷ് VP, ഹസീബ് PP, സുകുമാരൻ, നിർമ്മൽ എന്നിവരും സ്റ്റേഷനിലെ മറ്റ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് പള്ളിക്കണ്ടി മിനി സ്റ്റേഡിയത്തിനകത്ത് സർക്കാർ ഭൂമി സംരക്ഷിക്കുന്നതിനായി കോർപ്പറേഷൻ കെട്ടിയ ജണ്ട പൊളിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളിക്കണ്ടി പ്ലേ ഗ്രൗണ്ട് വികസന കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സദസ്സ് ഫുട്ബോൾ താരം വാഹിദ് സാലി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഭൂമി കയ്യേറാനുള്ള ഭൂമാഫിയയുടെ ശ്രമമാണ് ഇതിന് പിന്നിലെന്നും സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലേ ഗ്രൗണ്ട് വികസന കമ്മിറ്റി ജനറൽ കൺവീനർ സക്കറിയ പള്ളിക്കണ്ടി അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ MP കോയട്ടി, PP ഉമ്മർകോയ, അഡ്വക്കേറ്റ് ആഷിഖ് മൻസൂർ, PPH നസീർ, NV സിറാജ്, TP ഹംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവണ്ണൂർ മധുര ബസാറിൽ വൻ ലഹരി വേട്ട, 5 യുവാക്കൾ പിടിയിൽ. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി മിഷന്റെ നേതൃത്വത്തിൽ മിഠായി തെരുവിലെ പാഴ്സി ക്ഷേത്രം സന്ദർശിച്ചു. കടലിനടിയിലെ കാഴ്ചകൾ സമ്മാനിക്കുന്ന നൂറിന്റെയും ജസീറയുടെയും ചിത്ര പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഒരുങ്ങുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.